ഈ മനോരമയുടെ ന്യൂസ് മേക്കർ ആരാണ് എല്ലാ വർഷവും പ്രതിവർഷം നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇത്തവണ അതിൽ 2024 ന്യൂസ് മേക്കറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സുരേഷ് ഗോപിയാണ്. ഷാനി പ്രഭാകരൊക്കെ എങ്ങനെയാണ് ഇത് സഹിക്കുക? സത്യം, ഷാനിക്കും നിഷാ പുരുഷോത്തമനും ഒക്കെ BJP എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടും അസഹിഷ്ണുതയും പ്രശ്നങ്ങളും ഒക്കെ തോന്നാറുണ്ട്. പൊതുവേ മാധ്യമപ്രവർത്തകരെല്ലാം നിഷ്പക്ഷരായിരിക്കണം എന്നുള്ളതാണ് പൊതുവേ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഇടതുപക്ഷ മാധ്യമപ്രവർത്തകരാണ് മാധ്യമപ്രവർത്തനത്തിൽ കൂടുതൽ. ഈ സംഘപരിവാർ അനുകൂലികളായ മാധ്യമപ്രവർത്തകർ വളരെ കുറവാണ്. അപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷ അനുകൂല മാധ്യമപ്രവർത്തകരും സംഘപരിവാർ വിരുദ്ധത കൂടിയ മാധ്യമപ്രവർത്തകരുമാണ്. അപ്പോൾ ഇവർക്ക് പിന്നെ മനോരമയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് സർവേ നടത്തിയവരാണ് മനോരമ ചാനൽ എന്ന് പറയുന്നത്. മാത്രമല്ല പല മാധ്യമങ്ങൾക്കും സുരേഷ് ഗോപിയെ കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. മൈക്കുമായി സുരേഷ് ഗോപിയുടെ മുന്നിലെത്തുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ കേന്ദ്രമന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് നല്ല കാര്യമല്ല എങ്കിൽ, അദ്ദേഹം ശോഭിക്കുകയോ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ അതിനെ വലിയ വളച്ചൊടിച്ച് വലിയ വാർത്തയാക്കി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ച് ഒരു ഇമേജ് ഇടിവുണ്ടാക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്നവരാണ് കൂടുതൽ പേരും. നമ്മൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ അകലത്തിൽ കാണുന്ന ഒരാൾ. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് നേരെ ആക്രോശിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. അന്ന് ഇത്രത്തോളം മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാത്ത പലരുമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രിയായ തൃശ്ശൂർ MP ആയ മനുഷ്യസ്നേഹിയായ ഒരാൾ. ഞാൻ അങ്ങനെ പറയും, എനിക്കൊരു സംഘപരിവാർ അനുകൂല ആളല്ല ഞാൻ, സംഘപരിവാർ അനുകൂല ആളല്ല ഞാൻ. അത് എടുത്തു പറയാൻ ഞാൻ ഇത്തരം വാർത്തകൾ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ പല കമൻറ്റും വരിക ഞാൻ സംഘിയാണെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. ഞാൻ സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ഒരാളല്ല. പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയെ കൃത്യമായി മനസ്സിലാക്കുകയും അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അഴിമതി നടത്തിയല്ല ജനങ്ങളെ സേവിക്കേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടുന്ന പണം അഴിമതിയിലൂടെ സ്വന്തം കുടുംബത്തിലേക്കല്ല കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി മറ്റുള്ളവർക്കും കൂടി മാതൃകയാക്കി നൽകുന്ന ഒരാളാണ് സുരേഷ് ഗോപി. കൃത്യമായി ഫണ്ടുകൾ, താൻ ജോലി ചെയ്ത് കിട്ടുന്ന ഫണ്ടുകളിൽ നിന്നൊരു ഭാഗം ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. സിനിമയിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല, ഈ ഉദ്ഘാടന പരിപാടികളിൽ നിന്ന് കിട്ടുന്നത്, ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ അദ്ദേഹം കാണിക്കുന്ന കൃത്യമായ നിലപാടുകൾ, അദ്ദേഹത്തിന് പല നിലപാടുകളും. സുരേഷ് ഗോപി ഒരു സിനിമാ താരത്തെ പോലെയാണ് യഥാർത്ഥ ജീവിതത്തിലും പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങനെയാണ്. ഇപ്പോൾ പലയിടത്ത് ചെല്ലുമ്പോൾ പല സ്വഭാവത്തിൽ ആർക്കും സംസാരിക്കാനോ പറയാനോ പറ്റൂല. അതായത് ചിലരുടെ സ്വഭാവങ്ങൾ കണ്ടാൽ സത്യത്തിൽ ഞാനൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്കൊക്കെ എത്ര പിതാക്കന്മാരുണ്ട് എന്നുള്ളത്. കാരണം ഒരിക്കൽ നമ്മളോട് പറഞ്ഞതല്ല മറ്റൊരാളോട് പറയുന്നത്, അവരോട് പറഞ്ഞതല്ല ഈ അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന ഒരു നിലപാടെന്നൊക്കെ നമ്മൾ പറയും. ചിലരുടെ സ്വഭാവങ്ങൾ അങ്ങനെയെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ 100% അദ്ദേഹം ശ്രമിക്കാറുണ്ട്. പറയുന്ന വാക്കുകളിൽ കൃത്യതയും അതോടൊപ്പം തന്നെ ദൃഢതയും ഉള്ള ഒരാളാണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. നീ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു പിന്തുണയും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ രീതിയിൽ അഴിമതി നടത്താനോ അല്ലെങ്കിൽ കള്ളത്തരം കളിക്കാനോ സാധിക്കാതെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല ആളുകൾക്കും അവമതിപ്പ് ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ചും ഈ അമ്മ പോലുള്ള സംഘടനകളിലൊക്കെ ഒരു കാലത്ത് അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വിട്ടുനിന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ ലഭിക്കാതെയൊക്കെ പോയത് ഈ സ്വഭാവ സവിശേഷതയുടെ ഒരു ഭാഗമായിട്ടാണ് എന്ന് അദ്ദേഹം തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു സംഗതി എടുക്കേണ്ടത് 2024 മനോരമയുടെ ന്യൂസ് മേക്കറായിട്ട് തിരഞ്ഞെടുത്തത് സുരേഷ് ഗോപിയാണല്ലോ. ധന്യ ആദ്യം പറഞ്ഞല്ലോ 3-ാമതായി പോകും തൃശ്ശൂര് സുരേഷ് ഗോപി എന്ന് സർവേ നടത്തിയവരാണ് മനോരമ.
പക്ഷെ ആ മനോരമയ്ക്ക് തന്നെ സുരേഷ് ഗോപിയെ ന്യൂസ് മേക്കർ ആക്കാൻ തോന്നിയല്ലോ, അതിനെ നമ്മൾ അംഗീകരിക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും അത് അംഗീകരിക്കണം. ഇപ്പൊ PB അൻവറിനെയും ഷാഫി പറമ്പിലിനെയും ശ്രീജേഷിനെയും ഒക്കെ പിന്തള്ളിക്കൊണ്ടാണ് IM വിജയൻ സുരേഷ് ഗോപിയെ 2024 മനോരമ ന്യൂസ് മേക്കറായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ മനോരമയുടെ ഒരു കോൺക്ലേവിൽ സുരേഷ് ഗോപി നിഷ പുരുഷോത്തമനുമായി നടത്തിയ ഒരു ചർച്ച വലിയ വൈറലായിരുന്നു. അതായത് മാധ്യമങ്ങളോട് എന്താണ് ഇത്ര ഒരു പ്രശ്നം, മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ അകലത്തിൽ നിർത്തുന്നത്, മാധ്യമങ്ങളോട് എന്താണ് ഇത്ര അതെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങൾ വിധികർത്താക്കളും ജഡ്ജിമാരും ആകണ്ട, അവർക്ക് ജനങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ജനങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളിലൂടെ കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾ പലപ്പോഴും ജഡ്ജിമാരും വിധികർത്താക്കളും ആകുന്നിടത്താണ് എനിക്ക് നിങ്ങളോട് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലാകണ്ട. എനിക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ട് എങ്കിൽ എന്നെ ജയിപ്പിച്ച എൻ്റെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് സംസാരിക്കാൻ എനിക്ക് കഴിവുണ്ട്. അതിന് നിങ്ങളുടെ ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമോ നിങ്ങളുടെ കുറച്ച് പേരുടെ പ്രസൻസോ എനിക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഞാനൊരു സ്വാതന്ത്ര്യ സമരത്തിലൊരു റിപ്പബ്ലിക് ഡേയുടെ അന്ന് അദ്ദേഹം ഒരു എന്താ പറയുക, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയും പിടിച്ചുകൊണ്ട് പോകുന്നത് വലിയ ട്രോളാക്കി. അതിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ കയ്യിലൊരു ദേശീയ പതാക തന്നു, ഇന്ത്യൻ പതാക തന്നപ്പോൾ ഞാനത് വലിച്ചെറിഞ്ഞു എങ്കിൽ നിങ്ങൾ പറഞ്ഞ സുരേഷ് ഗോപി ഇന്ത്യൻ പതാകയെ അപമാനിച്ചു. ഞാനത് കാറിലിട്ടെങ്കിൽ എന്ത് പറയും, സുരേഷ് ഗോപി ഇന്ത്യൻ പതാകയെ അവഹേളിച്ചു. ഞാനത് കൊണ്ടുപോയപ്പോൾ നിങ്ങൾ എന്നെ മറ്റു രീതിയിൽ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനോ എനിക്ക് നിങ്ങളോട് പെരുമാറാനോ പറ്റില്ല. ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ തരത്തിൽ എനിക്ക് ചിന്തിക്കാനും, അല്ലെങ്കിൽ ഞാൻ എന്താണോ അതേ രീതിയിൽ എനിക്ക് പെരുമാറാൻ കഴിയും. മറ്റൊന്ന്, ഇദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം, MBA സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ഇദ്ദേഹം പാർലമെന്റിലേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹം അതുവരെ ബൈബിളിലെയും ഖുറാനിലെയും വാക്കുകളൊക്കെ ഉരുവിട്ടോണ്ടിരുന്ന ഇദ്ദേഹം മൈക്കിന് അവിടെ എത്തിയപ്പോൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു പോയി. അതെടുത്ത് വെച്ചിട്ടാണ് പിന്നീട് അദ്ദേഹത്തെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ അതിനു മുൻപ് ഉരുവിട്ട ബൈബിളിലെയും ഖുറാനിലെയും വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടോ, ഞാൻ മൈക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഈ ഒരു രീതിയിൽ അപമാനിക്കുക. അപ്പോൾ ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങളോട് ഞാൻ ഒരിക്കലും യോജിച്ചു പോകില്ല എന്നാണ് സുരേഷ് ഗോപി എപ്പോഴും പറയുന്നത്. ആ നിലപാടിൽ അദ്ദേഹം എപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇടപെടേണ്ട സ്ഥലങ്ങളിൽ മാത്രം ഇടപെട്ടുകൊണ്ട്, നിലപാടുകൾ അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം നിലപാടുകൾ അറിയിച്ചുകൊണ്ട്, പറയേണ്ടത് മാത്രം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു നേതാവായി അദ്ദേഹം മാറി എന്നുള്ളതാണ് ഈ ന്യൂസ് മേക്കർ 2024 മനോരമ എന്ന് പറയുന്ന ഒരു ചാനൽ അദ്ദേഹത്തിന് നൽകുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് അറിയോ മനോരമ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണമായിട്ട്? അപ്പോൾ എന്തായാലും സുരേഷ് ഗോപി 2024 മനോരമ ന്യൂസ് മേക്കറായി രംഗത്ത് വരുമ്പോൾ പലരും അന്തം വിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. എനിക്കിപ്പോഴും ഒരു ഷാനിയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്ന ഷാനിക്കപ്പുറം നിഷ പുരുഷോത്തമൻ, ഞാനൊക്കെ ബഹുമാനിക്കുന്ന റോൾ മോഡലാക്കി വെച്ചേക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് നിഷ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അപ്പോൾ നികേഷ് സാറ് നിഷ പുരുഷോത്തമൻ, നികേഷ് സാർ കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ. നികേഷ് സാറിന് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം വന്നാൽ നിഷ പുരുഷോത്തമൻ എന്നാണ് എൻ്റെ മറുപടി. അപ്പോൾ അത്രയും റോൾ മോഡലാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാധ്യമ ലെജൻഡൊക്കെ സുരേഷ് ഗോപിയുടെ ഈ ഒരു ന്യൂസ് മേക്കറിനെ ഏത് രീതിയിൽ എടുക്കും, എത്രത്തോളം അംഗീകരിക്കും എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. മനോരമ സുരേഷ് ഗോപിയെ ഇകഴ്ത്തി കളഞ്ഞു എന്നുള്ളൊരു പേരുദോഷം അവർക്ക് ഉണ്ടായിരുന്നു. ആ പേരുദോഷത്തെ അവർ ഇതിലൂടെ മാറുകയാണ്. അതെ.